വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ പ്രതിഷേധവുമായി INTUC. തൊടുപുഴയിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തിയായിരുന്നു INTUCയുടെ പ്രതിഷേധം. വൈദ്യുതി ചാർജ് വർധനവ് കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഇരുട്ടടിയാണെന്നും സാധാരണക്കാരെയും തൊഴിലാളികളെയും വെല്ലുവിളിക്കുന്ന സമീപനമാണ് നിരക്ക് വർധനവിലൂടെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്നും ആരോപിച്ചാണ് INTUC പന്തംകൊളുത്തി പ്രകടനം നടത്തിയത്. തൊടുപുഴ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പന്തംകൊളുത്തി പ്രകടനം DCC ജനറൽ സെക്രട്ടറി NI ബെന്നി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ എത്ര ശതമാനം വർധനവ് നടത്തിയിട്ടുണ്ട് എന്ന് ഇന്ന് ഞാൻ മനോരമ പത്രത്തിൽ എഴുതിയിരിക്കുന്നത് റെഗുലേഷൻ കമ്മിറ്റിയാണ് ഇത് കൂട്ടിയിരിക്കുന്നത്. മന്ത്രിസഭ അറിഞ്ഞിട്ടില്ല. പിന്നെ മന്ത്രിയുടെ ആവശ്യമില്ലല്ലോ. ജനതാദളിൻ്റെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇപ്പോൾ എവിടെയാണെന്ന് തന്നെ ആൾക്ക് പറയാമോ. ജനതാദൾ കർണാടകത്തിൽ BJPയിലാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ച് പോലും ആളുകളിൽ അറിയാൻ പാടില്ലാത്ത സ്ഥിതിയാണ്. അദ്ദേഹം പറയുന്നത് മന്ത്രിസഭ അറിഞ്ഞില്ല. അപ്പോൾ പിണറായി വിജയൻ പറയുന്നത് മന്ത്രിസഭ അറിഞ്ഞു. റെഗുലേഷൻ കമ്മിറ്റിയുടെ അംഗീകാരമില്ലാതെ, മന്ത്രിസഭയ്ക്ക് അംഗീകാരമില്ലാതെ നിരക്ക് വർധന കൂട്ടാൻ പറ്റില്ല. 6 തവണ 8 വർഷം കൊണ്ട് കൂട്ടി. റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് MK ഷാമുൽ ഹമീദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നേതാക്കളായ ജോർജ് തന്നിക്കൽ, KS ജയകുമാർ, MA ഷമീർ, NI സലീം, മൈക്കിൾ മുട്ടം, ഷിബു സ്കാറിയ എന്നിവർ പ്രസംഗിച്ചു. മീഡിയ ടുഡേ ന്യൂസ്, തൊടുപുഴ. സീപ്പാൾ ഒരുക്കുന്ന ഒരു കിടിലൻ ഓഫർ. തൊടുപുഴയിലെ ബ്രാഞ്ചിന്റെ ഇനാഗുറേഷനോടനുബന്ധിച്ച് ആദ്യം ബുക്ക് ചെയ്യുന്ന 50 പേർക്ക് 40% ഓഫറിൽ ആദ്യത്തെ 10 ദിവസത്തിനുള്ളിൽ ഹെയർ ഫിക്സ് ചെയ്യാം.